രാവിലെ 11 മണിയോടുകൂടി ഇരു കൂട്ടരും സൗഹൃദ കരോൾ ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് മാട്ടുമന്തയിൽ നിന്നും നല്ലേപ്പുള്ളി UP സ്കൂളിലേക്കും DYFI UP സ്കൂളിൽ നിന്നും നല്ലേപ്പുള്ളി ജംഗ്ഷനിലേക്കും സൗഹൃദ കരോൾ നടത്തി. ഇരു കൂട്ടരും പരസ്പരം കണ്ടുമുട്ടിയിടത്ത് രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള സൗഹൃദം പങ്കിടൽ. രാഷ്ട്രീയത്തെക്കാൾ അപ്പുറം മതസൗഹാർദ്ദമാണ് നമ്മൾക്ക് കാത്തു സൂക്ഷിക്കേണ്ടത്. അത് യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമായി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ കാണുന്നു. ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്നതിലുപരിയായി അവർ പറഞ്ഞൊരു വാചകമുണ്ട്: നിങ്ങൾ ക്രിസ്മസ് നടത്താൻ വേണ്ടി പാടില്ല, ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത്. ഈ സന്ദേശം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെ തള്ളി പറയാൻ ഇത്ര നേരം വരെയായി BJP തയ്യാറായിട്ടുണ്ടോ? ക്രിസ്മസ് ആഘോഷം തടഞ്ഞതിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി നിരവധി പേർ രംഗത്തെത്തി. ആഘോഷം തടഞ്ഞത് വർഗീയ സമീപനമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വർഗീയ നിലപാടെടുക്കുന്നതിന്റെ ദുരന്തം ക്രിസ്തീയ സഭ മനസ്സിലാക്കണമെന്നും TP. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ നിലപാടുകൾ ഈ പ്രശ്നത്തിൽ മേൽക്കൈ നേടുന്ന ഒരവസ്ഥ പൊതുവെ കേരളത്തിലില്ല. എന്നാൽ ചില ശക്തികൾ ഇതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നത് കടുത്ത പ്രതിഷേധാർഹമാണ്. ക്രിസ്മസ് ആഘോഷം കലക്കിയതിന് പിന്നിൽ BJP നേതൃത്വമെന്ന് സന്ദീപ് വാര്യർ. BJPയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയമാണെന്നും സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി. ക്രിസ്മസ് ആവുന്ന സമയത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അതേ സമയത്ത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് മറുവശത്തു കൂടി നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നല്ലേപ്പുള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തി VHP പ്രവർത്തകർ അതിക്രമം കാട്ടിയത്. പ്രതികളായ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി നല്ലേപ്പള്ളി വടക്കുംതറ K അനിൽകുമാർ, ബജറംഗ് ദൾ ജില്ലാ സംയോജക് V സുശാസനൻ, വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തെക്കുമുറി K വേലായുധൻ എന്നിവർ നിലവിൽ റിമാൻഡിൽ ചിറ്റൂർ സബ് ജയിലിലാണ്. ഇന്നത്തെ ദിവസം ചിറ്റൂര് സാക്ഷിയായത് മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തെ സൗഹൃദ കൂട്ടായ്മയ്ക്കാണ്. ക്യാമറമാൻ മൽഘോഷിനോടൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.